സിവിയറിറ്റി ഓഫ് ഹെഡ് ഇഞ്ചുറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ മൈൽഡ് ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് യൂഷ്വലി പേഷ്യൻസ് ഒന്ന് വീണു, ചിലപ്പോൾ വേദനിച്ചു, ഛർദ്ദിച്ചു, അങ്ങനെയൊക്കെ റിക്കവർ ചെയ്ത് പോവാറുണ്ട്. ഇപ്പൊ കേരളത്തിൽ കുറച്ചു കാലമായിട്ട് കാണുന്നത് എന്താണ്, ഇൻസിഡൻസ് ഓഫ് ഡെങ്കു. അപ്പൊ ഈ ഡെങ്കു എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഒരു മോസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. എന്ന് വെച്ചാൽ ഡെങ്കു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീഡിങ് ടെൻഡൻസി കൂടുന്നു, ക്ലോട്ടിംഗ് ടെൻഡൻസി കുറയുന്നു. അത് മാത്രമേ ആൾക്കാരിൽ ഒരു കോമൺ നോളജ് ഉള്ളൂ. ഹലോ റേഡിയോ 90.8, ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ RJ അശ്വതി. മഴക്കാലമാണ്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അല്ലെ. പുറത്തിറങ്ങുമ്പോൾ മാത്രമല്ല കേട്ടോ, മഴക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ശ്രദ്ധ കൂടുതലുള്ള സമയമായിരിക്കും. കാരണം പല അപകടങ്ങളും സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഈ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന അപകടങ്ങൾ എന്താണ്, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ രാംകുമാർ മേനോനാണ്, ന്യൂറോ സർജൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആശ്രയ ഹോസ്പിറ്റൽ തൃശൂർ. ഹലോ ഡോക്ടർ. ഹലോ. പറഞ്ഞതുപോലെ നമ്മള് മഴക്കാലം ആവുമ്പോ എല്ലാവർക്കും കുറച്ചധികം ശ്രദ്ധ വേണ്ട ഒരു സമയമാണല്ലേ. മഴക്കാലത്ത് നമുക്ക് സംഭവിക്കാവുന്ന അപകടങ്ങൾ ശരിക്കും എന്തൊക്കെയാണ്? മഴക്കാലത്ത് യൂഷ്വലി നമ്മൾ കാണുന്നത് ഇൻസിഡൻസ് ഓഫ് ഈ റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് വളരെയധികം നമ്പേഴ്സ് കൂടുന്നുണ്ട്. യൂഷ്വലി അത് കാണുന്നത് 2 വീലർ ആക്സിഡന്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീലർ സ്ലിപ്പ് ചെയ്തിട്ട് തലയ്ക്ക് പരിക്ക് വരിക, അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് പരിക്ക് വരിക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എല്ലിന് പൊട്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ്. 2 വീലർ ആക്സിഡന്റ്സ് നമ്പേഴ്സ് യൂഷ്വലി മോൺസൂൺ സീസണിൽ വളരെ കൂടാറുണ്ട്. അതിനൊരു എപ്പോഴും ഒരു ഗൈഡ് ലൈൻ ഇപ്പം റോഡ് ട്രാഫിക് അതോറിറ്റീസ് പറയുന്ന പോലെ ഹെൽമെറ്റ് യൂസ് ചെയ്യുക, റൈഡർ യൂസ് ചെയ്യുക, പില്ലൻ യൂസ് ചെയ്യുക, സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹെവി ഷവേഴ്സ് ഉള്ള സമയത്ത് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ തൽക്കാലം നിർത്തി വെക്കുക, അങ്ങനത്തെ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. നമ്മൾ ഈ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ലെവല് വളരെ ചെറുത് മുതൽ വളരെ വലിയ അപകടങ്ങൾ വരെ കൂടുതലായിട്ട് സംഭവിക്കുന്ന ഒരു സീസൺ അല്ലെ. ശരിക്കും ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു സമയം അല്ലെ. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ സിവിയറിറ്റി ഓഫ് ഹെഡ് ഇഞ്ചുറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നുവെച്ചാൽ മൈൽഡ് ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് യൂഷ്വലി പേഷ്യൻസ് ഒന്ന് വീണു, ചിലപ്പോൾ വേദനിച്ചു, ഛർദ്ദിച്ചു, അങ്ങനെയൊക്കെ റിക്കവർ ചെയ്ത് പോവാറുണ്ട്. പക്ഷേ സിവിയർ ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി യങ്ങർ പോപ്പുലേഷനാണല്ലോ കൂടുതലും 2 വീലർ അമിത സ്പീഡിലൊക്കെ ഓടിക്കുന്നത്. അപ്പൊ അവർക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അവർക്ക് മാത്രമല്ല, അവരുടെ ഫാമിലിക്ക് ഒരു ലയബിലിറ്റിയാണ്. എന്നുവെച്ചാൽ സാധാരണ സിവിയർ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ തലയുടെ എല്ല് പൊട്ടുക, തലയുടെ ഉള്ളിൽ ബ്ലീഡിങ് വരിക, ക്രിട്ടിക്കൽ ഏരിയ ബ്ലീഡിങ് വരിക. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു സൈഡിലത്തെ ചലനശേഷി പോവും, അല്ലെങ്കിൽ കാഴ്ചനെ ബാധിക്കും, അല്ലെങ്കിൽ സ്മെല്ലിനെ ബാധിക്കും, അല്ലെങ്കിൽ ഒരു സൈഡിലത്തെ മീൻസ് നമുക്ക് നടക്കാനുള്ള ശേഷി നമ്മൾ ലൂസ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സിവിയർ ഹെഡ് ഇഞ്ചുറീസ് ആണ് എപ്പോഴും വളരെ മോഡറേറ്റ് ടു സിവിയർ ഹെഡ് ഇഞ്ചുറീസ് ആണ് എപ്പോഴും വളരെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇത്. അത് മെഡിക്കലിയും എക്സോസ്റ്റിംഗ് ആണ്, ഫൈനാൻഷ്യലിയും എക്സോസ്റ്റിംഗ് ആണ്. കൂടുതൽ 2 വീലേഴ്സിനാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുക അല്ലെ. കൂടുതലും നമ്മൾ കാണുന്നത് 2 വീലേഴ്സിലാണ്. 4 വീലറിൽ ആക്സിഡന്റ് നടക്കുന്നൊന്നുമില്ല എന്നല്ല, 4 വീലർ ആക്സിഡന്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ റിലേറ്റീവ്ലി സേഫ്റ്റി മാർജിൻ കുറച്ചും കൂടി ഹയർ ആണ്. 2 വീലേഴ്സ് അങ്ങനെയല്ല, അൺപ്രൊട്ടക്റ്റഡ് ആണ്, തലയിൽ മാത്രം ഹെൽമെറ്റ് ഉള്ളൂ. നമ്മുടെ ഒരു നെർവ് സിസ്റ്റത്തെ സംബന്ധിച്ച് മഴക്കാലം ആവുമ്പോൾ ഈ ആക്സിഡന്റ്സ് മാത്രമല്ല, അല്ലാതെ തന്നെ പല രോഗങ്ങള് ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണല്ലേ. അത്തരം രോഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ കോമൺലി ഇപ്പൊ കേരളത്തിൽ കുറച്ചു കാലമായിട്ട് കാണുന്നത് എന്താണ്, ഇൻസിഡൻസ് ഓഫ് ഡെങ്കു. അപ്പൊ ഈ ഡെങ്കു എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഒരു മോസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. എന്ന് വെച്ചാൽ ഡെങ്കു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീഡിങ് ടെൻഡൻസി കൂടുന്നു, ക്ലോട്ടിംഗ് ടെൻഡൻസി കുറയുന്നു. അത് മാത്രമേ ആൾക്കാരിൽ ഒരു കോമൺ നോളജ് ഉള്ളൂ. പക്ഷെ ഇതിൽ നമ്മൾ കാണുന്നത് ഒരു പ്രോബ്ലം, ക്ലോട്ടിംഗ് ടെൻഡൻസി കുറഞ്ഞിട്ടും ബ്ലീഡിങ് ടെൻഡൻസി കൂടിയിട്ടും തലയിലും ബ്ലീഡ് വരാം. അപ്പൊ തലയിൽ ബ്ലീഡ് വരുമ്പോഴത്തേക്ക് അതൊരു മെഡിക്കൽ എമർജൻസി ആയി. അപ്പൊ തലയുടെ ഉള്ളിൽ ബ്ലീഡ് വന്നു, അൺകോൺഷ്യസ് ആയി. നമുക്ക് ചിലപ്പോൾ ആ കേസസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം ഇൻഫെക്ഷൻസ്, എസ്പെഷ്യലി ഡെങ്കു ആൻഡ് വെക്ടർ ബോൺ ഡിസീസസ് കൂടാറുണ്ട് മഴക്കാലത്ത്. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കോമൺലി കാണുന്നത് ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻസ്. അപ്പൊ ഇതൊക്കെ ഇയർ ഇൻഫെക്ഷൻസും ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ അൺകൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ കോംപ്രമൈസ്ഡ് ആണെന്ന് വെച്ചോളൂ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണെന്ന് വെച്ചോളൂ, ഡയബറ്റിക് ആണോ അങ്ങനത്തെ. അപ്പൊ അത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ബ്രെയിൻ ആബ്സസ്, ബ്രെയിൻ ഇൻഫെക്ഷന്റെ ചാൻസസും ഹൈ ആണ്, മെനിഞ്ചൈറ്റിസിന്റെ ചാൻസസ് ഹൈ ആണ്. അപ്പൊ ഈ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷന്റെ പറഞ്ഞു,
അതൊക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പൊ പനി വരുന്നു, ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നു, ഇയർ ഇൻഫെക്ഷൻ വരുന്നൊക്കെ വളരെ നോർമൽ ആയിട്ട് കണ്ട് ഒരു കൺസൾട്ടേഷന് പോലും പോവാതിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെറിയൊരു ഇത് വരുന്ന സമയത്ത് തന്നെ ഡോക്ടറെ കാണണം, അങ്ങനെയാണല്ലേ? അഡ്വൈസബിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വളരെ ചെറിയ കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്, ഇപ്പൊ ഡയബറ്റീസോ അല്ലെങ്കിൽ കോമോബിഡിറ്റി എന്ന് പറയും നമ്മള്, ഹൈപ്പർ ടെൻഷൻ, ഷുഗർ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഐഡിയലി അത് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ കുട്ടികളും പ്രായമായവർക്കും ഈ ഒരു മഴക്കാലം കുറച്ചധികം ബുദ്ധിമുട്ടുള്ള സമയമാണല്ലേ? അവരിൽ കൂടുതലായിട്ട് ഇത്തരം അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, എപ്പോഴും കൂടുതലാണ്. ഇപ്പൊ നമ്മള് ആക്സിഡന്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ പല ടൈപ്പ് ഓഫ് ആക്സിഡന്റ്സ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ തരത്തില് നമുക്ക് ഈ ആക്സിഡന്റ് സംഭവിച്ച ആളിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? ആസ് എ ന്യൂറോ സർജൻ നമ്മൾ കോമൺലി കാണുന്ന 2-3 കണ്ടീഷൻസ് ആണ്. ഒന്ന് ഹെഡ് ഇഞ്ചറീസ്, പിന്നെ ഒന്ന് സ്പൈൻ ഇഞ്ചറീസ്, പിന്നെ നെർവ് ഇഞ്ചറീസ്. ഇത് ഒറ്റപ്പെട്ടിട്ടായിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. യൂഷ്വലി ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ പോളിട്രോമയാണ് നടക്കുക. പോളിട്രോമ നടക്കുന്ന സമയത്ത് രക്തക്കുഴലിന് ക്ഷതം വരാം, മസിൽസിന് ക്ഷതം വരാം, എല്ല് പൊട്ടാം, അങ്ങനെ കുറെ കോ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടാകും. പക്ഷെ ഇതിൽ കുറെ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഈ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് ആണ് ആദ്യം നമ്മളത് സാൽവേജ് ചെയ്യേണ്ടത്. അപ്പൊ സാധാരണ ഒരു ഹെഡ് ഇഞ്ചറി വന്നു എന്ന് വെച്ചോളൂ, പക്ഷെ അതൊരു ക്രിട്ടിക്കൽ ഇഞ്ചറിയാണ്, സിവിയർ ഹെഡ് ഇഞ്ചറിയാണ്, അത് ക്രിട്ടിക്കൽ ആണ്. അത് ഇമീഡിയറ്റ്ലി അത് അഡ്രസ് ചെയ്യണം. അപ്പൊ സാധാരണ ഇങ്ങനെ ഒരു സിവിയർ ഹെഡ് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈസ് പേഷ്യന്റിനെ ഇമീഡിയറ്റ്ലി നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വേർ ന്യൂറോ സർജറി ഉള്ള സൗകര്യമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് CT സ്കാൻ ചെയ്യും. CT സ്കാൻ ചെയ്തിട്ട് ബ്ലീഡിങ് എവിടെയാണെന്ന് നോക്കും, എല്ല് പൊട്ടിയിട്ടുണ്ടോ നോക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം അഡ്രസ് ചെയ്യും. അപ്പൊ സാധാരണ ഇങ്ങനത്തെ പേഷ്യൻസിന് ഒരു ക്രിട്ടിക്കൽ കെയർ സപ്പോർട്ടുള്ള സ്ഥലം വേണ്ടി വരും. ദാറ്റ് ഈസ് വെന്റിലേറ്ററി സപ്പോർട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഇമീഡിയറ്റ് സർജറി അണ്ടർടേക്ക് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു ആശുപത്രി ആയിരിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമ്മൾ ആ പേഷ്യന്റിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. കൂടെയുള്ള ബാക്കി ഇഞ്ചറി, ഇപ്പൊ സ്പൈൻ ഇഞ്ചറീസ് ഉണ്ടാവാം. അപ്പൊ സ്പൈൻ ഇഞ്ചറീസ് ഉണ്ടെങ്കിൽ നമ്മൾ ടൈമിംഗ് ഓഫ് ഇന്റർവെൻഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഹെഡ് ഇഞ്ചറിയിലും സ്പൈൻ ഇഞ്ചറിയിലും. അപ്പൊ അത് ഏർലിയർ യു ഇന്റർവീൻ, എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ ഇന്റർവീൻ ചെയ്യുന്നു അത്രയും ചാൻസസ് ഓഫ് റിക്കവറി ആർ ബെറ്റർ. പക്ഷെ എല്ലാ കേസസിലും ചിലപ്പോൾ നമുക്ക് സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വരണം എന്നില്ല. എന്നാൽ ആ പേഷ്യൻസിന് നമുക്ക് ക്രിട്ടിക്കൽ കെയർ സപ്പോർട്ടോ വെന്റിലേറ്ററി സപ്പോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളും വേണ്ടി വരും. സോ നെവർദലെസ് ഈ പേഷ്യൻസിനെ നമ്മൾ ഇങ്ങനത്തെ ഒരു സെന്ററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫർദർ മാനേജ്മെന്റ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലമാണ്, ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. അപ്പൊ നമ്മുടെ ഹെലോ റേഡിയോ ശ്രോതാക്കളോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഡ്രൈവ് സേഫ്, സ്റ്റേ സേഫ്, കൺട്രോൾ യുവർ സ്പീഡ്, കൺട്രോൾ യുവർ ഇമോഷൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് അപകടങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും ഹെലോ റേഡിയോ ശ്രോതാക്കൾക്കൊപ്പം ഇത്രയും നേരം നമ്മൾ ഈ ഒരു മഴക്കാലം എങ്ങനെ ഒരു പ്രശ്നമില്ലാതെ, ഒരു അപകടങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചത് ഡോക്ടർ രാംകുമാർ മേനോനാണ്, ലീഡ് ന്യൂറോ സർജൻ, ആത്രേയ ഹോസ്പിറ്റൽ, തൃശൂർ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹെലോ റേഡിയോ 90.8. ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ.